നമ്മുടെ മക്കളുടെ വിവാഹം നടക്കാതെ വരുമ്പോഴും അല്ലെങ്കിൽ മക്കളില്ലാതെ വരുമ്പോഴും നമ്മൾ ചിന്തിക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേരെടുക്കുന്ന ഒരു തീരുമാനം എന്താ കഴിഞ്ഞാൽ തൽക്കാലം വേണ്ട. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യും? ഇനി വേണ്ട. കാരണം അത് നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് കർത്താവ് അംഗീകരിക്കുന്നത്. മറ്റു മതസ്ഥരെ നോക്ക്, അവർ പീക്ക് ടൈമിലാണ് കുട്ടികൾക്ക് ജന്മം നൽകുന്നത്. അല്ലെങ്കിൽ വയസ്സായിരിക്കുമ്പോഴല്ല ജന്മം നൽകേണ്ടത്. ഇത് സഭ പഠിപ്പിച്ച അവർ പറയുന്ന ഒരു കാര്യം എന്താ? ജോലി ചെയ്ത് ജീവിക്കാൻ സഭ ഞങ്ങളെ അനുവദിക്കുന്നില്ല. ഒരു കാലത്ത് നമ്മുടെ കുട്ടികളെല്ലാം എല്ലാ പൊസിഷനിലും കയറിയതിൻ്റെ കാരണം എന്താ പറഞ്ഞാൽ കാരണവന്മാർ പഠിപ്പിക്കുമായിരുന്നു, മക്കളെ വിവാഹം കഴിക്കേണ്ട സമയത്ത് ചെയ്തു കൊടുക്കണം. മറ്റൊരു മേഖലയാണ് അത്, പിള്ളേർക്ക് വിവാഹം ചെയ്യാൻ താല്പര്യമില്ല. സ്വഭാവ വിവാഹവും ലിവിങ് ടുഗദറും നടന്നുകൊണ്ടിരിക്കുന്ന 32 രാജ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ രാജ്യം ഏതാണെന്ന് വെച്ചാൽ ക്രൈസ്തവ രാജ്യങ്ങളാണ്. ചില രാജ്യങ്ങളിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അച്ഛൻ ആ നിമിഷം അറസ്റ്റ് ചെയ്യും, ജയിലിലിടും. കാരണം വചനം പറയാൻ പാടില്ല. വചനം പറഞ്ഞാൽ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയാണ്. വചനം എന്ന് പറഞ്ഞാൽ പാപം പറയാൻ പാടില്ല, ബാക്കി മേലെ ശരീരത്തിൽ മുട്ടാത്ത വിധത്തിൽ എല്ലാം പറയും.